എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ഏത് മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാലും ലഹരിയെപ്പറ്റിയും അതിൻ്റെ വിപത്തുക്കളെ പറ്റിയുമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അറിഞ്ഞോ അറിയാതെയോ ലഹരിക്ക് അടിമകളായി മാറുന്നു. പിന്നീട് അവർ ചെയ്തു കൂട്ടുന്നതൊന്നും അവരുടെ ബോധമനസ്സിലൂടെയല്ല. ഒരിക്കൽ താന്തോന്നിയായ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി സ്കൂളിൽ ആരെയും അനുസരിച്ചിരുന്നില്ല. അധ്യാപകരെയെല്ലാം പേരെടുത്താണ് വിളിച്ചിരുന്നത്. ഒരിക്കൽ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് അവൻ ഒരു ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ പരിശോധിക്കുന്നതിനിടയിൽ ഒരു ബുക്കിൻ്റെ പുറംചട്ട അവനെ ആകർഷിച്ചു. അതിൽ അർദ്ധനഗ്നയായൊരു പെൺകുട്ടി പുകവലിച്ചിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു. ആ ബുക്ക് ഫ്രാങ്ക് യെർബി എഴുതിയ ദി ട്രഷർ ഓഫ് പ്ലസൻറ്റ് വാലി എന്ന ബുക്കായിരുന്നു. ആ ബുക്ക് അവൻ ആരും കാണാതെ മോഷ്ടിച്ച് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി ആ ബുക്ക് ഒരു 3-4 പേജ് വായിച്ചപ്പോൾ അവനത് വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ ബുക്ക് വായിച്ച് തീർത്തതിന് ശേഷം അവൻ ആ ബുക്ക് അവിടെ തന്നെ ആരും കാണാതെ കൊണ്ടുവയ്ക്കാൻ വന്നു. ആ സമയത്താണ് അതേ ലേഖകൻ എഴുതിയ മറ്റൊരു ബുക്ക് അവിടെ കിടക്കുന്നത് കണ്ടത്. വീണ്ടും അവൻ ആരും കാണാതെ അതും എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞ ബുക്ക് വായിച്ചതിനേക്കാൾ സ്പീഡിൽ വായിച്ചു തീർത്തു. വീണ്ടും അത് തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ മറ്റൊരു ബുക്ക്. അങ്ങനെ 4 പുസ്തകങ്ങൾ അവൻ അതേ ലേഖകൻ്റെ ബുക്ക് വായിച്ചു തീർത്തു. ഇത്രയും വായിച്ചപ്പോൾ അവന് വായനയോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നി. അങ്ങനെ മറ്റുള്ളവർക്ക് വരെ വായിച്ചാൽ മനസ്സിലാകാത്ത ബുക്കുകൾ വരെ അവൻ വായിക്കാൻ തുടങ്ങി. ഇപ്രകാരം അവൻ പിന്നീട് അവന് പഠിക്കാനുള്ള ബുക്കുകളും വായിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ച് കോളേജിലെത്തി നിയമത്തിൽ ബിരുദം നേടി ആ ബാലൻ 1991 അർക്കൻസാസിലെ കറുത്ത വർഗക്കാരനായ ആദ്യത്തെ ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയായി മാറി. ആ ബാലൻ്റെ പേരാണ് ഒല്ലി നീ. കുറച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ജഡ്ജിയായി തീർന്നു. അപ്പോൾ ആ വായന അവൻ്റെ ഒരു ലഹരിയായി മാറി. ഇതുപോലെ അതാണ് നമ്മുടെ നേച്ചുറൽ ലഹരി. ഇതുപോലെ ഓരോ കുട്ടികൾക്കും ഓരോ ലഹരി. നമുക്ക് എന്തെല്ലാം ലഹരികൾ പറയാം. ഫുട്ബോൾ ചിലർക്ക് ലഹരിയാണ്, വായന ചിലർക്ക് ലഹരി, സംഗീതം ലഹരിയാണ്, ക്രിക്കറ്റ് ലഹരിയാണ്, സംഗീതം. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഓരോരോ കുട്ടിക്കും ഓരോ ലഹരി ഉണ്ടാവും. ആ ലഹരി നമുക്ക് കണ്ടെത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. പിന്നീട് ഒരിക്കൽ നമ്മുടെ ബാലൻ ഒല്ലീനിയിൽ അവൻ പഠിച്ച സ്കൂളിൻ്റെ കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാനെത്തിയ അവൻ്റെ ടീച്ചർ വെളിപ്പെടുത്തിയ കാര്യമാണ് അവനെ ഞെട്ടിച്ചത്. ആ ടീച്ചറെയാണ് അവൻ കൂടുതൽ കരയിച്ചത്. ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ആ ടീച്ചറായിരുന്നു അത്. ആ ടീച്ചർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അവൻ ലൈബ്രറിയിൽ കയറി ആ ബുക്ക് മോഷ്ടിക്കുന്നത് നേരിൽ കണ്ട ആളാണ് ആ ടീച്ചർ. അങ്ങനെ അന്ന് അവനെ പിടിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്തില്ല. പകരം ആ ബുക്ക് അവൻ വായിച്ച് തീരുമ്പോഴേക്കും അതേ ആൾ എഴുതിയ അടുത്ത ബുക്ക് അവിടെ കൊണ്ടുവച്ചു. വീണ്ടും അവൻ അത് വായിച്ചു തീരുമ്പോൾ അടുത്ത ബുക്ക്. ഇതെല്ലാം ടീച്ചറുടെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് ടീച്ചർ തന്നെ വാങ്ങിവെച്ച ബുക്കുകളായിരുന്നു. ഇത് കേട്ട ബാലൻ ഞെട്ടിപ്പോയി. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കും ഇതുപോലെ നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള ലഹരി നമുക്ക് കണ്ടെത്താം. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് ആ ടീച്ചറെ പോലെ ഓരോ കുട്ടിയിലുമുള്ള ലഹരി നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.